വെൽക്കം ബാക്ക്. അപ്പം പുതിയൊരു വീട്ടിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പം ഇന്നത്തെ ദിവസം നമ്മൾ MG യൂണിവേഴ്സിറ്റിയിൽ വരെ പോവുകയാണ് ഗൈസ്. എൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് അവിടെ ആയിട്ടുണ്ട്. അപ്പോൾ അത് പോയി മേടിക്കണം, മറ്റു തിരിച്ച് വരണം. വി ആർ ഗോയിങ് ബൈ ബസ്. അപ്പം കുളിക്കണം, റെഡിയാണ്, ഷേവ് ചെയ്യണം, ഇച്ചിരി പരിപാടിയുണ്ട്. ലെറ്റ്സ് ഗോ. സോ അങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞു. ഇനി ഡ്രസ്സ് ഇടണം, പടപെടാവുന്ന കാര്യങ്ങൾ ചെയ്ത് എത്രയും പെട്ടെന്ന് പോകണം. യൂണിവേഴ്സിറ്റി ചെന്ന് സർട്ടിഫിക്കറ്റ് മേടിച്ചിട്ട് തിരിച്ച് കോളേജിൽ വന്ന് കോളേജിൽ നിന്ന് എല്ലാവരും MOM മേടിക്കണം. അങ്ങനെ കുറച്ച് പരിപാടീസ് ഉണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ ഔട്ട്ഫിറ്റ്. ദിസ് ആൻഡ് ദിസ്. സോ യാ, നമ്മുടെ ഇന്നടിക്കാൻ പോകുന്ന പെർഫ്യൂം ടോം ഫോർഡിൻ്റെ ടൊബാക്കോ വാനിൽ. ഇതൊരു ടൊബാക്കോ മിക്സ് വിത്ത് വാനില ഒരു അങ്ങനെ ഔട്ട്ഫിറ്റ് സെറ്റായി, നമുക്ക് സെറ്റായി. നമ്മളങ്ങനെ ഇറങ്ങുകയാണ്. സ്റ്റാൻഡിലെത്തി. ഇനിയും ഇവിടുന്ന് കോട്ടയം ബസ് ഉണ്ടോ എന്ന് ചോദിക്കട്ടെ. അങ്ങനെ ഇവിടുന്ന് കോട്ടയത്തോട്ട് ബസ്സില്ല ഗൈസ്. നമുക്കിനി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ പോകാം. കോട്ടയം നമ്മളിങ്ങനെ പൊൻകുന്നം ബസ് സ്റ്റാൻഡിൽ വന്നിട്ടുണ്ട്. ഇനി ഇവിടുന്ന് അടുത്ത് കോട്ടയം വണ്ടിക്ക് തന്നെ കയറണം. കോട്ടയം വണ്ടി അങ്ങനെ വന്നപ്പോഴേ ബസ് കിട്ടി. 1 മണിക്കൂറിനുള്ളിൽ ചെല്ലുക. നമ്മളങ്ങനെ കോട്ടയം എത്തിക്കൊണ്ടിരിക്കുന്ന ഗൈസ്. കുറച്ച് ദൂരം കൂടെ ഉള്ളൂ, കോട്ടയം എത്തും. കോട്ടയം എത്തിയിട്ട് അവിടുന്ന് MG യൂണിവേഴ്സിറ്റിക്ക് പോകുന്ന വഴിയിലുള്ള വണ്ടിയിൽ കയറും. വഴി കോട്ടയത്തോട്ട് ബസ് സ്റ്റാൻഡിലോട്ട് ചെന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല മഴ, കൂടെ എടുത്തില്ല. അങ്ങനെ കോട്ടയം ബസ് സ്റ്റാൻഡിൽ വന്നേക്കുന്നുണ്ട്. ഇവിടുന്ന് ഇനി ഏത് ബസ് കണ്ടുപിടിച്ച് പോകണം. മഴയായിപ്പോയി. മഴ നനഞ്ഞ് അടുത്തോട്ട് നോക്കണം. അങ്ങനെ നമ്മൾ ഓൺ ദ വേ ടു യൂണിവേഴ്സിറ്റി. ബസ് കിട്ടി. മഴയായതുകൊണ്ട് ബസ്സിൽ കയറി പോയിട്ട് എടുക്കാൻ പറ്റും. അപ്പം നമ്മളങ്ങനെ യൂണിവേഴ്സിറ്റിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ വന്ന് കയറി ഗൈസ്. ഇനിയും പോട്ടെ. ഇതൊരു വനം പോലാണ്. നല്ല രസമുണ്ട് യൂണിവേഴ്സിറ്റി കാണാൻ. പ്രിൻറ്റിങ് ആൻഡ് പബ്ലിഷിംഗ്. നമുക്ക്
പരീക്ഷാ സേവയിലോ എവിടെയോ ചെല്ലണമെന്നാണ് പറഞ്ഞു. അപ്പം പരീക്ഷാ സേവയിലോട്ട് പോയി നോക്കാം ഗൈസ്. ഇനി അതെന്താണാവോ പറയാനറിയാം ഗൈസ്. അങ്ങനെ നമ്മൾ പരീക്ഷാ ഭവൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനിയും ഈ വഴി പോയി പരീക്ഷാ ഭവനിൽ നിന്ന് പ്രൊവിഷണലും ക്രെഡിറ്റ് കാർഡോടെ മേടിക്കാം. ഓക്കെ, ചെല്ലട്ടെ. ഇന്ന് നമ്മുടെ പ്രൊവിഷണലും ക്രെഡിറ്റ് കാർഡും കിട്ടിയിട്ടുണ്ട്. അപ്പം ഇനി ഇതുകൊണ്ട് പെട്ടെന്ന് തന്നെ കോളേജിൽ കൊണ്ട് കൊടുക്കണമെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ സർട്ടിഫിക്കറ്റ് എല്ലാം മേടിച്ച് തിരിച്ച് യൂണിവേഴ്സിറ്റിയുടെ വെളിയിൽ വന്നു കഴിയും. അപ്പം ഇനിയും തിരിച്ച് വീട്ടിലോട്ട് പോകണം. യൂണിവേഴ്സിറ്റി ഫുള്ള് കയറി അവിടെ പോലീസുകാരൊക്കെ നിന്നോണ്ട് ഞാൻ വീഡിയോ ഇല്ലായിട്ട് എടുത്തില്ല. എന്നെ സംഭവം അവർ ഇതാക്കുന്നുണ്ടേ ഫുള്ള് എടുക്കത്തില്ല, കുറച്ച് എടുക്കത്തുള്ളൂ. അപ്പം തിരിച്ച് ഞാൻ വീട്ടിൽ പോവാം. വീട്ടിൽ പോയിട്ട് എല്ലാവരും MOA റെഡിയാക്കണം. കോളേജിൽ പോകണം. പറ്റുമെങ്കിൽ ഇന്ന് കോളേജിൽ പോകണം, അല്ലെങ്കിൽ തിരിച്ച് വീട്ടിൽ പോവാം. നാളെ രാവിലെ കോളേജിൽ പോയി അതും റെഡിയാക്കണം. ഓക്കെ ഗൈസ്. അങ്ങനെ നമ്മൾ ബസ്സിൽ കയറി യാത്ര തുടരുകയാണ് സുഹൃത്തുക്കളെ. ബസ് സ്റ്റാൻഡിൽ നമ്മൾ ഇറങ്ങി നേരെ ടു കുന്നുന്നു. കോട്ടയം ബസ് സ്റ്റാൻഡിൽ നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് കോളേജിൽ പോക്ക് നടക്കത്തില്ല. അപ്പം നാളെ രാവിലെ കോളേജിൽ പോകണം. അങ്ങനെ നമ്മൾ തിരിച്ച് പൊന്നുന്നുണ്ടെത്തി കഴിച്ചു. സ്റ്റാൻഡിൽ ചെന്നിട്ട് അവിടുന്ന് ബസ് എരുമേലി ബസ് കയറുക, അല്ലെങ്കിൽ സ്ട്രേറ്റ് വീട്ടിലോട്ട് ബസ് ഉണ്ടെങ്കിൽ അതിന് കയറുക, പോവാം. അങ്ങനെ ഒരു എരുമേലി വണ്ടി കയറിയിട്ടുണ്ട്. എരുമേലി പമ്പാവലി എന്നാണ് കിടക്കുന്നത്. പോയി നോക്കാം, വീട്ടിൽ ചെല്ലുമായിരിക്കും. നമ്മളങ്ങനെ എരുമേലി എത്തിയിട്ടുണ്ട്. ഇനി എംബസിയിൽ കയറി എന്തെങ്കിലും ഷവർമ എന്തെങ്കിലും മേടിക്കണം. പിന്നെ ഈ വണ്ടിയിൽ തന്നെ ബസ്സിലോട്ട് പോകണം. ബസ് സ്റ്റാൻഡിൽ നിന്നിട്ട് അവിടെ നിന്ന് ബസ്സിലുണ്ട്. അങ്ങനെ എരുമേലി സ്റ്റാൻഡും എത്തിയിരിക്കുന്നു സുഹൃത്തുക്കളെ. നല്ല മഴയാണ്. ഇങ്ങനെ ഞാൻ ഈ മഴയത്ത് വീട്ടിൽ പോവും. കുടയെടുത്തിട്ട് അങ്ങനെ ഫുഡ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. എന്നിട്ട് നമുക്കിനിയും തിരിച്ച് വണ്ടിയിൽ പോയി കയറാം. അങ്ങനെ ഫുഡ് മേടിച്ച് നമ്മൾ വണ്ടി വന്ന് കയറി ഗൈസ്. നല്ല മഴ. ഇനിയും രാപ്പിളി വരെ പോയിട്ട് അനിയെ ഒന്ന് പിക്ക് ചെയ്യണം. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നിരിക്കുന്നു. തിരിച്ച് നാട്ടിൽ വന്നിരിക്കുന്നു. കോട്ടയം നമ്മൾ വീട്ടിൽ വന്ന് കഴിക്കാൻ പോവാണ് സുഹൃത്തുക്കളെ. അങ്ങനെ പ്ലേറ്റ് ഷവർമ ഏകദേശം തീർക്കാറായി. ഒന്നും കഴിച്ചില്ല ഗൈസ്. അപ്പോൾ ഗൈസ് അങ്ങനെ ഇന്നത്തെ അധ്യായം നമ്മൾ പൂർത്തിയാക്കി തിരിച്ച് വീട്ടിൽ വന്നിരിക്കുന്നു. ഇനിയും നാളെ അടുത്ത പരിപാടിയിലേക്ക് പോകണം. രാവിലെ എണീച്ച് കോളേജിൽ പോകണം. കോളേജിൽ പോയി അവിടുന്ന് പേപ്പർ മേടിക്കണം. അങ്ങനെ ആ പടിയിലേക്ക് നാളെ രാവിലെ എണീച്ച് പോകണം ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പം